ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സ്നേഹതീരത്തിൽ വിനീത് ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവരുന്നതും വെയിറ്റ് ചെയ്തിരിപ്പ ശാരദയും കൂട്ടരും. ശാരദ മക്കളോടായി പറയുന്നുണ്ട്, എടി ഞാൻ പണ്ട് ആലോചിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെ വെറുതെ TV കണ്ടിരിക്കുകയും ആണുങ്ങളെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കാലം വരികയും ചെയ്യുമെന്ന്. അത് കേട്ട് യമുനയും പറയുന്നുണ്ട്, അക്കാര്യത്തിൽ ഗംഗേജി ഭാഗ്യവതിയാണെന്നാ എന്റെ ഒരു തോന്നൽ. ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എത്ര കോൺഫിഡന്റ് ആയിട്ടാ വിനീതേട്ടൻ പറഞ്ഞത് എന്ന് യമുന ചോദിക്കേ, എനിക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് ടെൻഷനുണ്ട് കേട്ടോ അമ്മേ. ഒരു കട്ടൻ ചായ പോലും ഉണ്ടാക്കാത്ത ആളാ ബിരിയാണി ഉണ്ടാക്കാൻ പോയിരിക്കുന്നത്. ചോറും കറിയും വെക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് മിക്കവാറും നമ്മൾ പട്ടിണിയായിരിക്കും എന്ന് ഗംഗയും പറയുന്നുണ്ട്. ചേ, ഇങ്ങനെ നെഗറ്റീവ് പറയാതെ ഗംഗേച്ചി, വിനീതേട്ടൻ നല്ല ഫസ്റ്റ് ക്ലാസ് ആയി ബിരിയാണി വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് യമുന പറയേ, വിനീതേട്ടൻ പറഞ്ഞ സമയം ഇനി ഒരു 10 മിനിറ്റ് ഉള്ളൂ. നല്ല സൂപ്പർ ബിരിയാണി കഴിക്കാൻ എല്ലാവരും റെഡി ആയിക്കോ എന്ന് നിളയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ ഒരു പ്ലേറ്റുമായി അങ്ങോട്ട് വന്ന്, അതെ എന്റെ പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നാലോ എന്ന് ചോദിക്കേ, അച്ഛമ്മേ ദേ ഇങ്ങോട്ടിരുന്നു. അടുക്കളയിൽ നിന്ന് കറുത്ത പുകയാണോ വെളുത്ത പുകയാണോ വരുന്നതെന്ന് ആദ്യം നമുക്ക് കാണാമെന്ന് ഗംഗയും. പറയാൻ പറ്റില്ല, ചിലപ്പോ അച്ഛനെ പോലെ ആയിരിക്കും, പാചകത്തിൽ പുലിയായിരിക്കും, ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയ ഒരു ചോറ് അടുത്ത ചോറിൽ തൊടത്തു പോലുമില്ല എന്ന് ശാരദ പറയുമ്പോഴേക്കും ഒരു പാവയെ ഡൈനിങ് ഹാളിലേക്ക് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്ന കാവേരിയും വിളിച്ചു പറയുന്നുണ്ട്, നാശം പിടിക്കാനായിട്ട് ഇത് ചവിട്ടി വീടിനെ ഞാനിപ്പോയെന്ന്. നില ഓടിച്ചെന്ന് തന്റെ ഡോൾ എന്ന് പറഞ്ഞ് അതിനെ എടുക്കുമ്പോഴേക്കും അങ്ങോട്ട് വന്ന കാവേരിയും ദേഷ്യത്തോടെ, നിന്റെ ടോയൊക്കെ ഏതെങ്കിലും അലമാരയിൽ വെച്ച് പൂട്ടി വെക്കേ, അല്ലാതെ വാതിൽ പടിയല്ല ഇടേണ്ടത് എന്നവൾ ഒച്ചവെക്കുകയാ. അത് കേട്ട് ഗംഗയും, എന്താടി കളിപ്പാട്ടം വാങ്ങുന്നത് അലമാരയിൽ വെച്ച് പൂട്ടാനാ, കളിക്കാനല്ലെന്ന് ചോദിക്കേ, അങ്ങനെയാണെങ്കിലേ അതെടുത്ത ഞാൻ റോഡിൽ എറിഞ്ഞ് കളിക്കുമെന്ന് കാവേരിയും. അമ്മയെന്ന് സങ്കടത്തോടെ നിലവിളിക്കെ അവള് പോണ വഴിക്ക് ആരോടെങ്കിലും മെക്കിട്ട് കയറിയിട്ടുണ്ടാവും, അവരുടെ കയ്യിൽ നിന്ന് 2 എണ്ണം കേട്ടിട്ടുമുണ്ടാവും. ഇനി പിന്നാലെ ആള് വരും, ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നതെന്ന് ചോദിക്കാൻ എന്ന് ശാരദയും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഏട്ടന്റെ അടുത്തേക്ക് ചെല്ല്, ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നതെന്ന് ചോദിക്കാൻ എന്ന് കാവേരി ദേഷ്യത്തോടെ പറയേ, അതാരാണ് ഈ ഏട്ടൻ എന്ന് ശാരദയും ചോദിക്കുകയാ. അമ്മയുടെ ഒരു സ്വയം പ്രഖ്യാപിത ഏട്ടനുണ്ടല്ലോ, അയാള് തന്നെ എന്ന് കാവേരി പറയേ, ഓ ജയപാലനോ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. ഗംഗയും പറയുന്നുണ്ട്, കാവേരി വിശാലിന്റെ കാര്യം വീണ്ടും ഇവിടെ എടുത്തിടേണ്ടെന്ന്. വിശാലല്ല, ജയപാലൻ നട്ട വേറൊരു പടുമുളയുണ്ടല്ലോ, അതിന്റെ കാര്യമാ പറഞ്ഞെന്ന് കാവേരി പറയേ. രാഗിണിയോ, അവൾ എത്തിയോന്ന് അച്ഛമ്മയും ചോദിക്കുക. എത്തി, വരവറിയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞവൾ തന്റെ ടോപ്പ് കാണിച്ച്, ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറയേ. എന്താടി നീ കന്നു കൂട്ടാൻ പോയോ എന്ന് അച്ഛമ്മയും ചോദിക്കുക. കന്നു കൂട്ടാൻ പോയതല്ല, ഒരു കന്നിനെ കണ്ടു വഴിയിൽ വെച്ച് എന്ന് പറഞ്ഞവൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം അവരോട് വിവരിക്കുകയാ. ശാരദയും പറയുന്നുണ്ട്, ദൈവമേ, മണ്ണ് വാരി കളിക്കണ കാലം തൊട്ട് രണ്ടും കൂടി നേരി കണ്ട കീരിയും പാമ്പുമാ. ഈശ്വര, 2 കുടുംബവും തമ്മിൽ ശത്രുതയായ സ്ഥിതിക്ക് ഇനി പറയാനുമില്ലെന്ന് കാവേരിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നോക്കിക്കോ, ഞാനും ഒരു കാർ വാങ്ങിക്കും, അവളുടെ മേലെ ചെടി തെറിപ്പിക്കാൻ മാത്രമായിട്ട്. അതുകൾക്ക് അച്ഛമ്മയും, കാറൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാം, ഇപ്പൊ നീ പോയി കുളിച്ചിട്ട് വാ, ചെളിയുടെ നാറ്റമെന്ന്. അച്ഛമ്മേ എന്നവൾ ദേഷ്യത്തോടെ വിളിക്കുക. ശരിയാ, ഒരു നാറ്റം വരുന്നുണ്ടല്ലേ എന്ന് ശാരദയും. ഉണ്ട്, ഇതെന്തോ കരിഞ്ഞതിന്റെ മണമാണല്ലോ എന്ന് യമുനയും. കരിഞ്ഞതിന്റെയോ എന്ന് കാവേരി ചോദിക്കെ. അയ്യോ, അടി പിടിച്ചു അമ്മേ, ബിരിയാണി അടി പിടിച്ചു എന്ന് പറഞ്ഞ് ഗംഗയും യമുനയും പുറകെ ശാരദയും നിളയും അച്ഛമ്മയും എല്ലാം അടുക്കളയിലേക്ക് ഓടിപ്പോകുന്നത് കണ്ട് എന്താ ഇവിടെ സംഭവിച്ചത്, ഭൂകമ്പോ എന്ന് പറഞ്ഞ് കാവേരിയും അവരുടെ പുറകെ പോകുന്നുണ്ട്. അവിടെ അടുക്കളയിൽ ബിരിയാണിയും സ്റ്റൗവിൽ വെച്ച് മൊബൈലിൽ ഗെയിം കളിച്ചിരിക്കുക വിനീത്. കളി കഴിഞ്ഞ് മൊബൈൽ ഗെയിമിലും മായം എന്ന് പറഞ്ഞ് അവനിരിക്കുമ്പോഴാണ് എന്തോ മണം വരുന്നത്. എന്തോ ഒരു മണം വരുന്നുണ്ടല്ലോ എന്നോർത്തവൻ പാത്രത്തിലേക്ക് നോക്കുമ്പോഴാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അയ്യോ ബിരിയാണി എന്ന് പറഞ്ഞവൻ ഓടിച്ചെന്ന് ആ പാത്രത്തിന്റെ മൂടിയെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവന്റെ കൈ പൊള്ളുകയാണ്. പിന്നീട് അവൻ തന്റെ മുണ്ടുകൊണ്ട് തന്നെ ആ പാത്രത്തിന്റെ മൂടി മാറ്റിയിടുമ്പോഴേക്കും ബിരിയാണി കരിഞ്ഞത് കണ്ട് അവനൊരു തവിയെടുത്ത് അത് ഇളക്കാനായി നോക്കുമ്പോഴേക്കും അത് ഇളകുന്നില്ല. ഒരു പാത്രം ഒരു തുണി കൊണ്ട് എടുത്തു പിടിച്ച് അവൻ വീണ്ടും ഇളക്കാനായി തുടങ്ങുമ്പോഴേക്കാണ് ഗംഗയും കൂട്ടരും അങ്ങോട്ട് ഓടി വരുന്നത്. എല്ലാവരും ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കെ അവനും കുറച്ച് ബിരിയാണി കോരിയെടുക്കുമ്പോഴേക്കും, വിനീതേട്ടാ എന്താ ഇത് എന്ന് ഗംഗ ചോദിക്കേ. ഇതാ ഗംഗേച്ചി, ലോകത്താരും ഇന്നേ വരെ വെക്കാത്ത ബിരിയാണി എന്ന് നിളയും പറയുന്നുണ്ട്. ഇവിടെയും ഇതാരും കഴിക്കാൻ പോകുന്നില്ല എന്ന് യമുന പറയേ. ഇത് പാകായപ്പോ ഞാനൊരു സ്പൂൺ ചോദിച്ചപ്പോ തന്നില്ലല്ലോ, ദുഷ്ടൻ എന്ന് സങ്കടത്തോടെ നിളയും പറയുകയാ. വിശന്നിട്ട് വയറ്റിൽ പഞ്ചാരി മേളവും നടക്കുന്നു എന്ന് പ്ലേറ്റും പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ രാധമ്മയും പറയുകയാ. ആ, ഇന്ന് വിനീതേട്ടന്റെ പാചകമായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് പാർസൽ വാങ്ങിച്ചു വന്നേനെ എന്ന് കാവേരി പറയേ. ശവത്തി കുതാതെ കാവേരി എന്ന് ചാമ്മലോടെ വിനീതും പറയുന്നുണ്ട്. അല്ലെങ്കിലും ഇതൊന്നും ആണുങ്ങൾക്ക് നടക്കുന്ന കാര്യമൊന്നുമല്ല, അരവിന്ദേട്ടനും ഇതുപോലെ തന്നെ ആയിരുന്നു, വലിയ വീരവാദം പറയും, എന്നിട്ട് അടുക്കളയിൽ കയറും, ഒടുവിൽ ഇതുപോലെ തന്നെയായിരിക്കും അവസ്ഥ എന്നമ്മ കുറ്റപ്പെടുത്തുന്നതിൽക്കേതെ ഇനിയൊരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല, ഇതൊന്നും ശരിയാവില്ലെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ എന്ന് ഗംഗ പറയേ. രാധമ്മയും പറയുന്നുണ്ട്, ഇവള് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ചോറെങ്കിലും കഴിച്ച് ഒരിടത്ത് മിണ്ടാതിരിക്കാമായിരുന്നു.
ശാരദയും കാവേരിയോടായി കാവേരി നീ പുറത്തു പോയി പെട്ടെന്ന് എന്തേലും കഴിക്കാൻ വാങ്ങിച്ചോണ്ട് എന്ന് പറയേ ബിരിയാണി തന്നെ വേണോ എന്ന് കാവേരിയും എന്റെ പൊന്നു ചേച്ചി കിട്ടുന്നത് എന്തായാലും മതി കരിങ്കല്ല് എങ്കിൽ കരിങ്കല്ല് ഇല്ലെങ്കിലേ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ തിന്നും അത്രയ്ക്ക് വിശപ്പുണ്ട് എനിക്കെന്ന് യമുനയും എന്തായാലും മതിയെങ്കിൽ ഇത് എന്ന് പറഞ്ഞ് വിനീത് തവയിലുള്ള ബിരിയാണി നീട്ടുകയാണ് വിനീതേട്ടാ എന്ന് താക്കിയതോടെ ഗംഗ വിളിക്കേ വേണ്ടല്ലേ കറുപ്പ് നിറമായതുകൊണ്ട് വർണ്ണ വിവേചനം അനുഭവിക്കുന്ന എന്റെ പാവം ബിരിയാണി സാരമില്ല ഒരു കോംപ്രമൈസിന് ഞാനും തയ്യാറാണ് തൽക്കാലം നിങ്ങൾ വാങ്ങിച്ചോണ്ട് വരുന്ന ബിരിയാണി ഞാനും കഴിക്കാം എന്ന് പറഞ്ഞ് വിനീത് പോവാൻ തുടങ്ങുമ്പോഴേക്കും എങ്ങോട്ടാ ഇത്ര തിടുക്കത്തില് എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട് അല്ല ബിരിയാണി കഴിക്കണ്ടേ എന്നവൻ ചോദിക്കേ ബിരിയാണിയൊക്കെ ഞങ്ങൾ കഴിച്ചോളാം തൽക്കാലം ബിരിയാണി ഉണ്ടാക്കാനാണെന്നും പറഞ്ഞ് കുളമാക്കിയിട്ട് ഈ കിച്ചൺ ഉണ്ടല്ലോ പഴയ പോലെ ആക്കിയിട്ട് പുറത്തിറങ്ങിയാ മതി ആ സമയത്ത് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ തരാം എന്ന് ഗംഗ പറയുന്നത് കേൾക്കെ ചിരിയോട് എല്ലാവരും അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് വിനീതും പറയുന്നുണ്ട് എങ്ങനെ മിച്ചം വരാനാ ഒരു ജാതയ്ക്കുള്ള പെണ്ണുങ്ങളല്ലേ ഉള്ളത് എന്നാലും അടുക്കള വൃത്തിയാക്കാൻ ഈ പാവമാൻ തരി തന്നെ വേണം ഇനി സമാധാനമായിട്ട് അല്പം പാട്ട് കേൾക്കാം തൊഴിൽ വേളകൾ അല്പം ആനന്ദകരമാവട്ടെ എന്ന് പറഞ്ഞവൻ മൊബൈലിൽ പാട്ടും വെച്ച് അടുക്കള വൃത്തിയാക്കാൻ തുടങ്ങുകയാണ് അവിടെ രാഗിണിയെയും വെയിറ്റ് ചെയ്ത് വീടിന്റെ സിറ്റ് ഔട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാൻ ജയപാലൻ പിന്നീട് അയാൾ പ്രവീണയെ വിളിച്ച് പ്രവീണ നീ എന്തെടുക്കുവോ അവിടെ ഇങ്ങോട്ട് വാ എന്ന് ജയപാലൻ വിളിക്കേ ദാ വരുന്നു എന്ന് പ്രവീണയും വിളിച്ചു പറയുന്നുണ്ട് പിന്നീട് പ്രവീണ സീറ്റോട്ടിലേക്ക് വരുമ്പോഴേക്കും എടി വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടില്ലേ എന്ന് ജയപാലൻ ചോദിക്കേ രാവിലെ തന്നെ കല്യാണിയമ്മ വന്ന എല്ലാം വൃത്തിയാക്കി എന്ന് പ്രവീണയും അവളുടെ മുറിയോ എന്ന് ജയപാലൻ ചോദിക്കേ അതൊക്കെ ചെയ്തിട്ടുണ്ട് ജയപാലേട്ട ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ മാറി ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് മടക്കി അലമാരയിൽ വെച്ചിട്ടുണ്ട് എന്ന് പ്രവീണ പറയേ അല്ല ഫുഡ് എന്ന് ജയപാലനും ചോറ് റെഡിയാ അവൾക്ക് ഇഷ്ടപ്പെട്ട റൈസ് മട്ടൻ കറി അടുപ്പത്ത് തിളയ്ക്കുന്നു അവളുടെ ഇഷ്ടം പോലെ മീൻ പറ്റിച്ചും വെണ്ടയ്ക്ക പൊള്ളിച്ചും ഒക്കെ വെച്ചിട്ടുണ്ട് എന്ന് പ്രവീണയും സന്തോഷത്തോടെ പറയുകയാ പിന്നെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല ടാപ്പിലൂടെ വെള്ളം വരുന്നില്ല എന്നൊരു പരാതിയൊന്നും ഇനി ഇവിടെ കേൾക്കരുത് എല്ലായിടത്തും ബൾബും ലൈറ്റും ഒക്കെ തെളിഞ്ഞോണം ഞാൻ പറഞ്ഞേക്കാം എന്ന് ജയപാലൻ പറയേ പ്ലംബറും ഇലക്ട്രീഷ്യനും ഒക്കെ ഇന്നലെ തന്നെ വന്ന് എല്ലാം ചെക്ക് ചെയ്തതല്ലേ ജയപാലേട്ട അല്ല ജയപാലേട്ട എനിക്കൊരു സംശയം രാജകുമാരിയൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത് നമ്മളുടെ മോള് തന്നെയല്ലേ എന്ന് പ്രവീണ ചിരിയോടെ ചോദിക്കേ എടി രാഗിണിയെ എനിക്ക് രാജകുമാരി തന്നെയാ അവളുടെ ഇഷ്ടത്തിനാ ഈ വീട് നടക്കേണ്ടത് എത്ര കാലമായടി അവൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയി കാണുകയല്ലേ സാധാരണ പതിവ് എന്ന് ജയപാലൻ പറയേ ഇനിയിപ്പോ എന്നും കാണാലോ മടക്കമില്ലെന്നല്ലേ പറഞ്ഞതെന്ന് പ്രവീണ ഒഴിക്കും ജയപാലൻ വിശാൽ എന്ന് അകത്തേക്ക് നോക്കി നീട്ടി വിളിക്കുക അവൻ അവിടെ എങ്ങനെ ഇരിക്കട്ടെ ജയപാലേട്ട എന്തിനാ വരാന്തയിൽ ഇത്രയും പേരുടെ കാവലെന്ന് പ്രവീണയും ചോദിക്കുക എടി ഹരേ കൃഷ്ണന് കുറച്ച് സീറ്റ്സ് വാങ്ങാൻ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു അത് വാങ്ങിച്ചിട്ടുണ്ടോന്ന് അറിയാനാ അവിടുത്തെ സീറ്റ്സാ അവൾക്കിഷ്ടം എന്ന് ജയപാലൻ പറയുമ്പോഴേക്കും വിശാലും അങ്ങോട്ട് എത്തുകയാണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടച്ചാ ഇനി നേരിട്ട് ചെല്ലണ്ട തീരുന്ന മുറയ്ക്ക് വിളിച്ച ഡെലിവറി ബോയ് വഴി ഇവിടെ എത്തിക്കാമെന്ന് അവിടുത്തെ മാനേജർ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശാൽ പറയുന്നത് കേൾക്കെ നന്നായിട എന്ന് ജയപാലനും കുട്ടിയായിരുന്നപ്പോഴെപ്പോഴോ ഹരേ കൃഷ്ണയിലെ സീറ്റ്സ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞെന്ന് കരുതി ബാംഗ്ലൂർക്ക് പോകുമ്പോഴും കുറെ കെട്ടിപ്പൊതിഞ്ഞോണ്ട് പോകും ഇപ്പോഴേ ഇവിടെയും നോക്കിക്കോ ഡയറ്റിംഗ് എന്ന് പറഞ്ഞ് അവൾ ഇതൊന്നും തൊട്ടു നോക്കാൻ പോലും പോകുന്നില്ല എന്ന് പ്രവീണയും ചിരിയോടെ പറയുന്നു ഒന്ന് ബോഡിയോടുന്ന് ഞാൻ കൊടുക്കുന്നതൊക്കെ എന്റെ മോൾ രാഗിണിക്ക് അമൃത അമൃത് എന്ന് ജയപാലൻ പറഞ്ഞു തരുമ്പോഴേക്കും രാഗിണി തന്റെ കാറിൽ അങ്ങോട്ട് എത്തുകയാണ് രാഗിണി മോൾ വന്നു എന്ന് പറഞ്ഞ് ജയപാലനും പ്രവീണയും വിശാലും എല്ലാം മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് രാഗിണിയും കാറിൽ നിറങ്ങി അച്ഛന്ന് വിളിച്ച് ഓടി വരുമ്പോഴേക്കും ജയപാലനും അവളെ ചേർത്ത് പിടിക്കുക അവൾ എല്ലാവരെയും വിഷ് ചെയ്യുമ്പോഴേക്കും അല്ല മോളെ നീ എന്തിനാ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വന്നേ ഡ്രൈവറെ കൂട്ടിയെ പോരായിരുന്നു എന്ന് ജയപാലൻ ചോദിക്കുന്നു ഈ ഒറ്റയ്ക്ക് വരുന്നതിന്റെ സുഖമേ അതൊന്നും വേറെ തന്നെ അച്ഛ എന്ന് രാഗിണി പറയേ പ്രവീണെ മിഴിച്ചു നിൽക്കാതെ നീ പോയി ആരതി എടുത്തോണ്ട് വാ ചെല്ല് എന്ന് പറയേ പ്രവീണ അകത്തേക്ക് കയറി പോവുകയാ എന്താടി മോളെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ നീ ഒന്നും കഴിച്ചില്ലേ എന്ന് ജയപാലൻ ചോദിക്കേ വരുന്ന വഴിക്കൊരു ബോർഡ് ഏത്തിക്കയും പോത്തിറച്ചിയും എന്നെ മാടി വിളിച്ചതാച്ചാ എന്ന് രാഗിണി പറയേ നിർത്തി കഴിച്ചോ എന്ന് ജയപാലൻ ചോദിക്കുന്നുണ്ട് കഴിച്ചില്ലെന്ന് അവൾ പറയേ കഴിച്ചിരുന്നെങ്കിൽ എന്നെ ഞാൻ കൊന്നേനെ എടി പിന്നെ എന്തിനാടി ഞങ്ങൾ നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഒരുക്കി കാത്തിരിക്കുന്നത് എന്ന് ജയപാലൻ പരുവത്തോടെ ചോദിക്കേ ഈ അച്ഛന്റെ ഒരു കാര്യം കഴിച്ചാലും കുഴപ്പം കഴിച്ചില്ലെങ്കിലും കുഴപ്പം എന്ന് രാഗിണിയും പറയുന്നു അത് പിന്നെ അങ്ങനെയല്ലയോ നീ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് വയറു ചീത്തയാക്കണമെന്ന് വിചാരിച്ചാ പുറത്തൊന്നും കഴിക്കണ്ടെന്ന് പറയുന്നത് എന്നാലും എന്റെ മക്കളെ വിശന്നിരിക്കുന്നത് ഓർക്കുമ്പോ അച്ഛന് വല്ലാത്ത വിഷമമാ എന്ന് ജയപാലൻ പറയേ എന്നാലേ അച്ഛനൊരു കാര്യം ചെയ്യും ഇനി യാത്ര പോകുന്നതിനൊപ്പം ഇവിടെ തയ്യാറാക്കുന്ന ഹോംലി ഫുഡില്ലേ അതൊക്കെ എന്റെ കൂടെ അങ്ങ് കയറ്റി വിട്ടേക്ക് ഈ ട്രെയിനിലൊക്കെയുള്ള പാൻട്രിയില്ലേ അതുപോലെ എന്നവൾ പറയേ അച്ഛൻ നിനക്ക് വേണ്ടി ചെയ്യുവേ എന്ന് ജയപാലനും ചിരിയോടെ പറയുക അപ്പോഴേക്കും പ്രവീണ അങ്ങോട്ട് വന്ന് അവളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അവിടെ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിനരികിൽ മൊബൈൽ നോക്കി ഇരിപ്പാ രാജേശ്വരിയും സത്യേട്ടനും 500 വവ്വാലുകൾ ഉഷ്ണതരംഗത്തിൽ ചത്തു വീണത്രേ എന്ന് സത്യേട്ടൻ പറയേ എവിടെ എന്ന് രാജേശ്വരിയും ഛത്തീസ്ഗഡിലെ കാൺഗർ ജില്ലയിൽ അവിടെയാ നമ്മുടെ ഉലുവ കമ്പനിയൊക്കെ എന്റെ ഉലുവയൊക്കെ എന്തായി കാണുമോ ആവോ എന്ന് സത്യേട്ടൻ പറയുമ്പോഴേക്കും ദേ വരുന്നുണ്ട് എന്ന് നിവിൻ വരുന്നത് നോക്കിക്കൊണ്ട് രാജേശ്വരി പറയുകയാണ് നിവിൻ എന്ന് രാജേശ്വരി വിളിക്കുമ്പോഴേക്കും നിവിൻ അങ്ങോട്ട് വരുന്നു വാ രാജേശ്വരിയും എഴുന്നേരുകൊണ്ട് വാ പോവാം
സത്യേട്ട എഴുന്നേൽക്ക് എന്ന് വിളിക്ക്. എങ്ങോട്ട് എന്ന് നിവിനും ചോദിക്കുക. എടാ നമുക്കേ പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാടാ, എത്ര നാളായി നമ്മൾ ഒന്നിച്ചൊന്ന് പുറത്തു പോയിട്ട് എന്നച്ഛൻ ചോദിക്കുന്നവൾക്ക് നിവിൻ സംശയത്തോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുക. എടാ നീ പേടിക്കണ്ട, ഇത് നിന്നെ പെടുത്താനുള്ള ട്രാപ്പ് ഒന്നുമല്ല. നിനക്ക് ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സമയമില്ലെന്ന് അമ്മ പറഞ്ഞു. എങ്കിൽ നിന്റെ സമയത്തിനൊപ്പം ട്രാവൽ ചെയ്യാമെന്നുള്ള ഐഡിയ ഞാനാണ് മുന്നോട്ട് വെച്ചത്. ഏതായാലും നീ പുറത്തു പോവുകയല്ലേ, അപ്പൊ ഞങ്ങളും കൂടി വരാം. ഞാനാണെങ്കിൽ ഛത്തീസ്ഗഡിന് ഉലുവ പോലും ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം പുറത്തോട്ടൊന്നും പോയില്ലെന്ന് അച്ഛൻ പറയേ നിവിനും പറയുന്നുണ്ട്. ഞാൻ പോകുന്ന സ്ഥലമൊന്നും നിങ്ങൾക്കൊന്നും സെറ്റാവില്ലച്ചാ. എടാ സെറ്റാവൊന്നും നമുക്ക് നോക്കാം എന്നച്ഛൻ പറയേതേ അമ്മയ്ക്കൊന്നും ഒരിക്കലും സെറ്റാവില്ലെന്ന് ഉറപ്പാണെന്ന് നിവിനും. പിന്നെ അച്ഛൻ ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന ശേഷം നിങ്ങൾ രണ്ടും ഒരുമിച്ച് പുറത്തു പോകുമ്പോ ഞാൻ എന്തിനാ, നിങ്ങൾക്ക് എന്തേലും വേണ്ടിയും പറഞ്ഞുമൊക്കെ പൊക്കൂടെ എന്നവൻ ചോദിക്കേ. രാജേഷും പറയുന്നുണ്ട്, നിവിൻ ജയപാൽ ഞങ്ങളിന്റെ വീട്ടിലേക്കാ പോകുന്നത്, മര്യാദയ്ക്ക് കൂടെ വന്നു. അതുകൾക്ക് അച്ഛനും ഒരു പരിങ്ങലോടെ അതെ അതെ, പിന്നെ പോകുന്ന വഴിക്ക് ജയപാലിന്റെ വീട്ടിലും ഒന്ന് കയറണം, അളിയനെ കണ്ടിട്ട് എത്ര നാളായിടാ എന്നച്ഛൻ പറയുന്നത് കേൾക്ക്. ജയപാൽ ഞങ്ങളിന്റെ വീട്ടിലേക്ക് ഞാൻ ഒട്ടുമില്ലെന്ന് നിവിനും. ദേ നിവിൻ എന്ന് വിളിച്ച് രാജേശ്വരി ദേഷ്യത്തോടെ അവന് നേരെ ചെല്ലുന്നുണ്ടെങ്കിലും അച്ഛൻ അവരെ തടഞ്ഞുകൊണ്ട് അതെന്താ, ജയപാല നിന്റെ അമ്മാവനല്ലേ, നിന്റെ അമ്മയുടെ ഒരേ ഒരു ഏട്ടൻ എന്ന് ചോദിക്കുകയാ. ആയിരിക്കാം, പക്ഷേ പുള്ളിക്കാരൻ എനിക്ക് സെറ്റാവില്ലെന്നാ ഞാൻ പറഞ്ഞത് എന്നവൻ പറയേ. എന്താ സെറ്റാവാത്തത്? ഇല്ലെങ്കിൽ ആവണം, നീ കല്യാണം കഴിക്കാൻ പോകുന്ന രാഗിണിയുടെ അച്ഛൻ കൂടിയാ ജയപാലട്ടൻ എന്നമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതെ, രാഗിണിയെ നീ കണ്ടിട്ടും കുറെ നാളായില്ലേ, വാടാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛൻ വിളിക്കുന്നുണ്ട്. അച്ഛാ പ്ലീസ്, രാഗിണിയെ ഞാനിപ്പോ കണ്ടിട്ട് എന്തിനാ, എനിക്കൊരു അർജന്റ് കാര്യമുണ്ട് അച്ഛാ, പ്ലീസ് ഞാൻ പോയിക്കോട്ടെ. നിങ്ങൾ രണ്ടാളും കൂടി ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോയി അടിച്ചു പൊളിച്ചു വാ, അത് കഴിഞ്ഞ് കാണാം നമുക്ക്, പോട്ടെന്നാ, ശരി ബൈ എന്ന് പറഞ്ഞ് നിവിൻ പെട്ടെന്ന് അവിടുന്ന് പോവുക. നിവിൻ നിക്കവിടെ, നിവിൻ അവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞ് രാജേശ്വരി വിളിച്ചു പോകുന്നുണ്ടെങ്കിലും നിവിൻ മൈൻഡ് ചെയ്യാതെ നടന്നു നീങ്ങുക. അത് കണ്ട് സത്യേട്ടനും രാജേശ്വരിയോടായി പറയുക, ഒരാളൊരു വഴിക്ക് പോവാൻ നിശ്ചയിച്ചാൽ പിന്നെ പിന്നാലെ പോയി തടയാൻ ശ്രമിക്കരുത് രാജി, നമ്മൾ നാണം കെടും. അല്ല പോകുന്നില്ലേ എന്ന് സത്യേട്ടൻ ചോദിക്കേ. സത്യേട്ടൻ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് രാജേശ്വരിയും അവിടുന്ന് പോവുകയാ. പിന്നീട് യമുനയുടെ കോളേജിന് മുന്നിൽ വണ്ടി നിർത്തി അവിടെ വെയിറ്റ് ചെയ്തിരിപ്പാ നിവിൻ. വണ്ടിയിൽ വെച്ച കവറെടുത്ത് കയ്യിൽ പിടിച്ച് അവൻ പറയുന്നുണ്ട്, എടോ കാവേരി, ഈ നിവിൻ തരുന്ന ഒരു ഗിഫ്റ്റാ ഈ സാരി, ഇത് നേരിട്ട് തന്റെ കയ്യിലേക്ക് തന്നിട്ട് പകരം കവിളത്തൊരുമ്മ വാങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആള് താനായതുകൊണ്ടേ ചെവിക്കുറ്റി നോക്കി അടി കിട്ടുമോന്നുള്ള ഭയം കൊണ്ടാ തൽക്കാലം ഇത് തന്റെ അനിയത്തിയുടെ കയ്യിൽ തന്നു വിടുകയാണ്. അവളായിക്കോട്ടെ നമ്മുടെ ഹംസ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചവൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും കോളേജ് വിട്ട് യമുനയും ഫ്രണ്ടും അതുവഴി നടന്നു വരുന്നുണ്ടായിരുന്നു. ഇവനെ കണ്ട് യമുനയുടെ ഫ്രണ്ടും, എടി അങ്ങോട്ട് നോക്ക്, ഇത് നമ്മുടെ മറ്റേ കക്ഷിയല്ലേ, നിന്നെ വിശാലിന്റെ ഫാം ഹൗസിൽ നിന്ന് രക്ഷിച്ച വീരനായകൻ. അതെ നിവിനേട്ടൻ, അല്ല ഇപ്പൊ ഇവിടെ എന്താണാവോ എന്ന് യമുനയും പറയുന്നുണ്ട്. ഇവിടെ എന്താണോ നിനക്ക് അറിയില്ലല്ലേ എന്നവൾ ചോദിക്കേ. ഇല്ലെന്ന് യമുന. ഇതിപ്പോ പൂമ്പാറ്റ വരുന്നത് എന്തിനാണെന്ന് പൂവിനറിയില്ല എന്ന് പറയുന്ന പോലെ ആയല്ലോടി എന്നവൾ ചോദിക്കേ. എന്താടി പൂമ്പാറ്റയും പൂവുമൊക്കെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് യമുനെ. മതി കണ്ണടച്ച് പാല കുടിച്ചത്, ഈ നേരത്ത് ആ ചേട്ടൻ വന്ന് ഇവിടെ നിൽക്കണമെങ്കിൽ അത് നിന്നെ കാണാൻ വേണ്ടി തന്നെയാ എന്നവൾ പറയേ. എന്നെ എന്തിനാ എന്ന് ചോദിക്കാൻ തുടങ്ങിയ യമുന പെട്ടെന്ന് നാണത്തോടെ ചിരിക്കും. ഇവനെ നോക്കിയ ഒരു ചിരിയോടെ ഒന്ന് പോടി കൊരങ്ങത്തി എന്ന് യമുന പറയേ. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം അത് തന്നെ, തന്റെ പ്രണയിനിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ടിപ്പിക്കൽ കാമുകന്റെ ലുക്കില്ലേ ആ മുഖത്ത് എന്നവൾ ചോദിക്കേ. ഉണ്ടോ എന്ന് യമുന. അതേ ഉള്ളൂ എന്നവൾ പറയേ. ഒന്ന് പോടി എന്ന് പറഞ്ഞ് നാണത്തോടെ ചിരിക്കുകയാ യമുന. കണ്ടോ കണ്ടോ പെണ്ണിന്റെ ഒരു നാണം, നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ. എടി നിന്റെ ആ കിഡ്നാപ്പിംഗ് സ്റ്റോറി കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, കക്ഷിക്ക് നിന്നോടൊരു സൈഡ് വലിവുണ്ടോന്ന്. നിന്റെ ചേച്ചിമാരും വിനീതേട്ടനുമൊക്കെ നിന്നെ അന്വേഷിച്ച് ഉറക്കം വെച്ച് നടക്കുന്നത് മനസ്സിലാക്കാം. ഈ കക്ഷിക്ക് എന്തിന്റെ കേടായിരുന്നു അതിനോടൊപ്പം നടക്കാനും സ്വന്തം വണ്ടിക്ക് പെട്രോൾ അടിച്ച് അലഞ്ഞു തിരിയാനുമൊക്കെ. ക്ലൈമാക്സില് സ്വന്തം കസിന്റെ കുത്തിന് പിടിച്ച 4 പൊട്ടിച്ചതെന്ന് ഓർക്കണം. സ്വന്തം അമ്മയെയും അമ്മാവനെയും ഒക്കെ പിണക്കി അങ്ങനെയൊരു സാഹസത്തിന് മുതിരണമെങ്കിൽ മറുവശത്ത് ശക്തമായൊരു പ്രലോഭനം തന്നെ ഉണ്ടാവണ്ടേ എന്നവൾ ചോദിക്കേ. എന്ത് പ്രലോഭനം എന്ന് യമുനയും. നീ കേട്ട അങ്ങനെ സുഖിക്കണ്ട, അന്തരം പുളിങ്കൊമ്പ പിടിച്ചാ നിനക്ക് കൊള്ളാം, നിനക്ക് വേണ്ടെങ്കിൽ എന്റെ കോർട്ടിലേക്ക് തട്ടിയേക്ക്, പൊന്നുപോലെ ഞാൻ ഏറ്റെടുത്തോളാം എന്നവൾ പറയേ. അയ്യടാ എന്ന് പറഞ്ഞ് ചിരിക്കുക യമുനയും. അങ്ങനെ അവർ രണ്ടുപേരും നടന്ന് വിശാലിന്റെ അരികിലേക്ക് ചെല്ലുകയാ. നിവിനേട്ടൻ എന്താ ഇവിടെ എന്നാ ഫ്രണ്ട് ചോദിക്കുക. അത് ഞാൻ യമുനയെ ഒന്ന് കാണാനായിട്ട് എന്ന് നിവിൻ. യമുനയെ കാണാനോ? എന്തെങ്കിലും പറയാനായിരുന്നെങ്കിൽ അത് ഫോണിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നിവിനേട്ട എന്നവൾ ചോദിക്കേ. ഇത് കൊടുക്കാൻ കൂടിയാ എന്നാ കവറ് ഉയർത്തിപ്പിടിച്ച് ഓൻ പറയുന്നുണ്ട്. യമുന ഇത് വാങ്ങണമെന്ന് പറഞ്ഞ നിവിൻ കൊടുക്കുമ്പോഴേക്കും യമുന അത് വാങ്ങുകയാ. എന്താ നിവിനേട്ട ഇത് എന്നാ ഫ്രണ്ട് ചോദിക്കേ. അത് ഒരു സാരി എന്ന് നിവിൻ. അതെടുത്ത് നോക്കിക്കൊണ്ട് സാരിയോ ആർക്ക് എന്ന് യമുന ചോദിക്കേ. എന്തു മണ്ടൻ ചോദ്യാടി ഇത്, നമ്മള് ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്കല്ലേ സാരിയൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത്. നിവിനേട്ടൻ അങ്ങനെ സ്നേഹിക്കുന്നത് ആരെയാ? ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നീ ഒരു മരമണ്ടി തന്നെയാ അല്ല നിവിനേട്ടാ എന്നവൾ ചോദിക്കേ. അതെ അതെ, ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യ നീ പറഞ്ഞത്, എന്റെ വലിയൊരു ടെൻഷൻ നീങ്ങിയെന്ന് പറഞ്ഞ മതിയല്ലോ എന്ന് നിവിൻ ആശ്വാസത്തോടെ പറയേ. അവനെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന യമുനയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.